take a drive by the sea, VIP, drinking smoothies on the beach. Take a sip for the heat. This is the summer of love, moving so fast, and it only comes once. So let's make this last. When the summertime comes, we'll make it a blast. 'Cause you only live once, so forget your past. Hey guys, welcome to D Vlogs. ഹലോ, അങ്ങനെ ഇന്ന് തൊട്ട് ഞാനൊരു സ്പെഷ്യൽ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. എന്താണെന്നല്ലേ, ഞങ്ങളുടെ ഹണിമൂൺ ട്രിപ്പിൻ്റെ വ്ളോഗ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. എനിക്ക് തോന്നുന്നു ഇതും കൂടെ കൂട്ടിയിട്ടൊരു പാർട്ട് 4 വരെയുള്ള വീഡിയോസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഞങ്ങൾ പോകുന്ന വീഡിയോ ആണ്. എങ്ങോട്ടേക്കാണെന്ന് കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും എങ്ങോട്ടാണ് പോയതെന്നുള്ളത്. മാൽദീവ്സിലേക്കാണ്. ഞാൻ ആ സമയത്തൊരു ലൈവിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ എയർപോർട്ടിലെത്തി. കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നായിരുന്നു പോയത്. രാവിലത്തെ ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ കാര്യമൊന്നും പറയണ്ട. രാവിലെ 9:30 അങ്ങാണ്ടായിരുന്നു ഫ്ലൈറ്റ്. 9:30. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്നൊരു 6 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചിരുന്നതായിരുന്നു. 6 മണിക്കാണ് ഞങ്ങൾ എണീറ്റത്. അലാറം വെച്ചത് എന്തോ അറിഞ്ഞില്ല, കേട്ടില്ല, അടിഞ്ഞോ തന്നെ അറിയില്ല. അപ്പോൾ എണീക്കാൻ ലേറ്റായി. പിന്നെ ഞാൻ പെട്ടെന്ന് ഫോൺ നോക്കിയപ്പോൾ 6 മണി. ഞാൻ എന്നിട്ട് പെട്ടെന്ന് ആശിനെ വെച്ചാൽ 6 മണിയായി. പിന്നെ ഞെട്ടി എണീച്ച്. പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു. അങ്ങനെ പക്ഷേ കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ വിചാരിച്ച ആദ്യം ഇമിഗ്രേഷൻ ഇവിടെ നിന്നായിരിക്കും, കാലിക്കറ്റിൽ നിന്നായിരിക്കും. അത് ബാംഗ്ലൂരിൽ നിന്നായിരുന്നു. അതുകൊണ്ട് പിന്നെ അധികം നേരത്തെ എത്തണമെന്നില്ലായിരുന്നു. പിന്നെ എത്താതിരുന്നതും നന്നായി. നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഒരുപാട് സമയം അവിടെ ഇങ്ങനെ വെയിറ്റ് ഇരിക്കണമായിരുന്നല്ലോ. എനിക്ക് അല്ലെങ്കിൽ തന്നെ ഫ്ലൈറ്റിൽ പോകുന്നത് ഇഷ്ടമല്ല. അപ്പോൾ പിന്നെ കുറച്ച് ലേറ്റ് ആയത്, എനിക്ക് ലേറ്റ് ആയതെന്തായാലും നന്നായി എന്ന് അപ്പോൾ വിചാരിച്ചു. പിന്നെ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ട് വിശക്കാൻ തുടങ്ങി. കാരണം രാവിലെ ലേറ്റ് ആയതുകൊണ്ട് അങ്ങനെ ഒന്നും കഴിക്കാനൊന്നും സമയം കിട്ടിയില്ല. പെട്ടെന്ന് ചടപടയെന്ന് ഓടി വരികയായിരുന്നു. അങ്ങനെ അവിടെ പോയി ഞാനൊരു ബർഗറും സാൻഡ്വിച്ചും വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിച്ചു. ഞങ്ങൾ എത്തിയ സമയത്ത് ശരിക്കും ആരും ഇല്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു തുടങ്ങി. തിരക്കായി. പിന്നെ അതിനിടയ്ക്ക് ഇതൊക്കെ ഓർബിറ്റൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു. അതൊക്കെ എടുത്ത് ഇങ്ങനെ ചവച്ചുകൊണ്ടിരുന്നു. ഒരു രസമല്ലേ. പിന്നെ സമയമായി. ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് ഇതൊക്കെ കയറാൻ പോവുകയാണ്. ഇവിടുന്ന് നേരെ ബാംഗ്ലൂർക്ക്, അവിടുന്ന് നേരെ മാൽദീവ്സ്. അങ്ങനെയാണ് കേട്ടോ ഫ്ലൈറ്റ് വരുന്നത്. അപ്പോൾ പിന്നെ ഇവിടുന്ന് പിന്നെ ബാംഗ്ലൂർക്ക് കുറച്ചേ ഉള്ളൂ. ഒരു മണിക്കൂറൊന്നും ഇല്ലയെന്ന് തോന്നുന്നു. അതുകൊണ്ട് അതൊരു സമാധാനമായിരുന്നു. എനിക്ക് ഫ്ലൈറ്റിലിരിക്കാൻ തീരെ ഇഷ്ടമല്ല. പിന്നെ അശ്യാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയാൽ ഇങ്ങനെ സംസാരിക്കാനൊന്നും നിൽക്കില്ല, പെട്ടെന്ന് ഉറങ്ങാനേ നോക്കും. അങ്ങനെ ഒരു സ്വഭാവം. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് വേണം ഉറങ്ങാനേ നോക്കൂ. പക്ഷെ എനിക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഉറക്കവും വരില്ല. ഞാനിങ്ങനെ സമയം നോക്കിക്കൊണ്ടേയിരിക്കും. ആയോ ഞാനിങ്ങനെ ചോദിക്കുകയായിരുന്നു, എടുക്കാനായോ എന്ന്. അപ്പോൾ കുറച്ച് ലേറ്റായി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സങ്കടമല്ല, കുറേ സമയം ഇങ്ങനെ ഇരിക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഞാനിങ്ങനെ പുറത്തേക്കൊക്കെ നോക്കി കുറേ സമയം ഇരുന്നു. അപ്പോൾ കുറേ ഫ്ലൈറ്റ് ഇങ്ങനെ പോകുന്നത് കണ്ടു. എത്ര കണ്ടാലും ഫ്ലൈറ്റ് ഇങ്ങനെ പൊങ്ങുന്നതും ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു രസമല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റും എടുത്തു പൊങ്ങിക്കഴിഞ്ഞു. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. പക്ഷേ ആണെങ്കിൽ ഫ്ലൈറ്റ് എടുത്തപ്പോൾ തൊട്ട് കണ്ണടച്ച് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. കുറേ സമയം ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ചലഞ്ച് ചെയ്യാനൊക്കെ നോക്കി, പക്ഷെ നടന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഉറങ്ങുന്നൊന്നും ഇല്ല, വെറുതെ ഇങ്ങനെ കണ്ണടച്ച് കിടക്കുക കേട്ടോ. ഇല്ലെങ്കിൽ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. അധികം ബോറടിപ്പിച്ചൊന്നും ഇല്ല. പിന്നെ ഞങ്ങൾ ടെർമിനൽ 1 ഇറങ്ങിയത്. അവിടുന്ന് 2 പോകണമായിരുന്നു. അവിടുന്ന് ബസ്സിൽ കയറി. അവിടുന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് ബസ് എടുക്കും, അങ്ങനെ വേഗം ഓടിക്കയറി.
അങ്ങനെ ഇതേ ടെർമിനൽ 2 പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അവിടെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഫുൾ ചെടികളും ഫുള്ള് പച്ച ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ എയർപോർട്ടാണെങ്കിലും അടിപൊളി. ബാംഗ്ലൂർ എയർപോർട്ട് അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. വീഡിയോസ് എടുക്കാനാണെങ്കിലൊക്കെ നല്ല അങ്ങനെ ഞങ്ങളിത് ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. ഓരോ സ്ഥലത്തെത്തുമ്പോഴും കാണാൻ നല്ല രസമുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ഇവിടെ ഇതേ ഒരു കുഞ്ഞു വാട്ടർഫോൾസൊക്കെ പോലെ നല്ല ഭംഗിയുണ്ടായിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. ഞാൻ ഇവിടെ നിന്നൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞാൻ ആക്ച്വലി എനിക്ക് ഫോട്ടോ എടുത്തു തരാൻ പറഞ്ഞായിരുന്നു ഈ സാധനത്തിൻ്റെ അടുത്ത്. എന്നിട്ട് എനിക്ക് വീഡിയോ ആണ് എടുത്തു തന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അവിടെ എത്തുന്നത്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് മാലിയിലേക്ക് കുറച്ച് മീൻസ് അത്രയൊന്നുമില്ല, എന്നാലും കാലിക്കറ്റിൽ നിന്ന് ബാംഗ്ലൂർ വന്ന അത്രയൊന്നുമല്ല, കുറച്ചുകൂടെ പോകാനുണ്ട്. അപ്പോൾ അത്രയും സമയം ഫ്ലൈറ്റിൽ ഇരിക്കേണ്ടേ. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. അങ്ങനെ ഞാനിവിടുന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ചെറുതായിട്ട് പിന്നെയും വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ വേറെ കയ്യിലൊന്നും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും ഇനി ഗേറ്റിലെത്തിയിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാതൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ഗേറ്റിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ടായിരുന്നു കേട്ടോ നടക്കാനായിട്ട്. അങ്ങനെ ഗേറ്റൊക്കെ കണ്ടുപിടിച്ച് അവിടെ എത്തി. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി പോയി. അവിടെ നിന്ന് 2 ചോക്ലേറ്റ് ക്രോസാൻഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു. കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു, അത്ര തന്നെ. വിശപ്പൊന്നും ഇങ്ങനെ ഫുള്ളായിട്ട് മാറിയിട്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഒപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നുള്ളൂ. പെട്ടെന്ന് തന്നെ ഫ്ലൈറ്റിലേക്ക് പോകാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീണ്ടും ഫ്ലൈറ്റിൽ കയറി ഗൈസ്. ഇനി കുറച്ച് സമയം എൻ്റെ അമ്മ എങ്ങനെ ഞാൻ ഒപ്പിക്കുമെന്ന് എനിക്കറിയില്ല. അത്രയും എനിക്ക് തീരെ താല്പര്യമില്ലാത്ത കാര്യമാണ് കേട്ടോ ഫ്ലൈറ്റിൽ കയറുക എന്ന് പറയുന്നത്. പിന്നെ കുറേ സമയം പുറത്തേക്കൊക്കെ നോക്കിയിരുന്നു. കയറിയിട്ട് കുറച്ച് സമയം എടുത്തു ഫ്ലൈറ്റ് എടുക്കാൻ വേണ്ടി. എനിക്കിങ്ങനെ ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, ബോറടിക്കൊന്നുമില്ല. പക്ഷേ ഈ അശിയാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറിയ അപ്പോൾ കണ്ണടച്ച് ഇങ്ങനെ കിടക്കും. കുറേ സമയം ഞാനിങ്ങനെ പിടിച്ച് വെക്കട്ടോ സംസാരിച്ചിട്ട്. പിന്നെ മനഃപൂർവ്വം കിടന്നുറങ്ങിക്കളയും. അങ്ങനെ അതെ മാലി എത്താനായപ്പം അവിടുത്തെ ബ്ലൂ സീ ഒക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങി. അപ്പം നല്ലൊരു പിന്നെയും എക്സൈറ്റ്മെൻറ്റ് കൂടി കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഫൈനലി നമ്മൾ മാൽദീവ്സ് എത്തി ഗൈസ്. ഇനി എങ്ങനെയെങ്കിലും ഇതൊന്ന് ചാടി പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങി. ഫസ്റ്റ് തന്നെ പോയി ലഗേജൊക്കെ എടുത്തു. പെട്ടെന്ന് കിട്ടി കേട്ടോ. ഞങ്ങളവിടെ പോയി നിന്നപ്പോൾ തന്നെ ഞങ്ങളുടെ പെട്ടി ഇതേ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു പെട്ടിയെ കൊണ്ടുപോയിട്ടുള്ളൂ, ഒന്ന് തന്നെ വേണമെന്നില്ലായിരുന്നു. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവിടെ ഇരുന്നു കേട്ടോ. നമ്മുടെ ബോട്ട് വരാൻ നല്ലോണം ലേറ്റായി. ഞങ്ങളവിടെ 3 മണിക്ക് എത്തി. എന്നിട്ട് 5 മണിക്കാണ് ബോട്ട് വന്നത്. അത്രയും സമയം അവിടെ ഇരുന്നു. പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഒരു സമയം വിശക്കാൻ തുടങ്ങി. പിന്നെയും അവിടെ നിന്ന് KFC ഒക്കെ വാങ്ങി കഴിച്ചായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അത് നേരെ ബോട്ടിൽ കയറാൻ പോവാണ്. ബോട്ടിൽ ഞങ്ങളുടെ ഐലൻഡിലേക്ക് 2.5 മണിക്കൂർ ബോട്ട് യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. അതും സ്പീഡ് ബോട്ടിൽ 2.5 മണിക്കൂർ. എൻ്റെ അമ്മയെ പേടിച്ച മനുഷ്യൻ്റെ ഊപ്പാടിളകി എന്ന് പറയുന്ന പോലെ അത്രയും ഭയങ്കര സ്പീഡ്. ഇങ്ങനെ തുള്ളി തിരമാലൊക്കെ വന്ന് അടിക്കുമ്പോൾ ബോട്ടിങ്ങനെ ചാടി മറിയുക ചെയ്യുന്നത്. ശരിക്കും പേടിയായിട്ടോ. കുറേ അങ്ങോട്ട് എത്തിയപ്പോഴേക്കും രാത്രിയായി. പിന്നെ ഒന്നും കാണാം. വെള്ളമൊക്കെ ഇങ്ങനെ നമ്മുടെ സൈഡിലേക്ക് ഇങ്ങനെ അടിച്ച് വരികയാണ്. അപ്പോൾ ശരിക്കും പേടിച്ചിങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയോടാണ് ഇരുന്നത്. ദേവി ഭഗവാനെ വിളിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഉറങ്ങാനും പറ്റില്ല. ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ പെട്ടെന്നൊരു ചാട്ടമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് പേടിച്ചു പോകും. അങ്ങനെ എങ്ങനെയൊക്കെയോ അവിടെ എത്തിച്ചു കേട്ടോ. അശിയും അതിനിടയ്ക്ക് കുറേ ഉറങ്ങാനൊക്കെ നോക്കി, പക്ഷെ പറ്റിയില്ല. ഫോണൊക്കെ പിടിച്ചിട്ട് ഫോണൊക്കെ ഇങ്ങനെ എനിക്ക് പേടിയാവുക. പിന്നെ ഫോണൊക്കെ തെറിച്ച് പോകുമെന്ന്. പിന്നെ ഞാനവിടെ വെച്ച് കുറച്ച് വീഡിയോസൊക്കെ എങ്ങനെയൊക്കെയോ എടുത്തിട്ട് ഫോണൊക്കെ അവിടെ പൂട്ടി ബാഗിൽ ഭദ്രമായി വെച്ച്. പിന്നെ അവിടെ മിണ്ടാതെ പിടിക്കാതെ ഇരുന്ന് തെറിച്ച് പോകും. അത്രയും സ്പീഡിലാണ് കേട്ടോ പോകുന്നത്.
അങ്ങനെ 2.5 മണിക്കൂറത്തെ ബോട്ട് യാത്രയ്ക്കൊടുവിൽ ഞങ്ങളുടെ സ്പോട്ടിലെത്തിയിട്ടുണ്ട്. വാവ്, നല്ല രാത്രിയാണെങ്കിലും നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ടി വിയിലും ഫോണിലൊക്കെ കാണുന്ന പോലെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഇനി രാവിലെ ആയിട്ട് കാണാനുള്ള എക്സൈറ്റ്മെൻറ്റിലാണ്. അങ്ങനെ നമ്മൾ ഒരാൾ വന്ന് കൂട്ടിയിട്ട് പോയി. ഞങ്ങളുടെ കൂടെ വേറെയും ടീമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെള്ളത്തിലേക്ക് നോക്കിയാൽ കുറേ മീനുകളെയൊക്കെ കാണാം. അങ്ങനെ ഞങ്ങൾ ഫസ്റ്റ് ഒരു ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ അവർ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ടായിരുന്നു ഒരു ഫോമിൽ. അതൊക്കെ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അവർ നമുക്ക് റൂമൊക്കെ കാണിച്ചു തന്നു. അങ്ങനെ നേരെ റൂമിലേക്ക് പോയി. ഇനി ബാക്കി നാളെ തൊട്ട് നമുക്ക് ആരംഭിக்கலாம். അപ്പോൾ ബാക്കി അവിടുത്തെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.